ഗൂഗിൾ നിങ്ങളോട് ഇങ്ങനെയാണോ പറയുന്നത്? തലവേദനയാണെന്നല്ലേ പറഞ്ഞത്? അപ്പം അത് ബ്രെയിൻ ട്യൂമർ ആട്ടാ. ഛർദിലും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റൊമക് പെയിനും ഉണ്ടല്ലേ? അപ്പം സ്റ്റൊമക് ക്യാൻസറാണ് 100%. സോ ഇങ്ങനെ പറഞ്ഞാൽ ആരായാലും പേടിച്ചു പോകും അല്ലേ? ഗൂഗിൾ ആവട്ടെ, ChatGPT ആവട്ടെ, ഇന്റർനെറ്റിലുള്ള മിക്സഡ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്നാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് തരുന്നത്. സോ നമുക്ക് വേണ്ടത് ഒരു ഗസ് അല്ല അല്ലേ? നിങ്ങൾ പേടിക്കണ്ട. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്താം, Sargam.ai. ഈവൻ ദോ ഇത് സ്പെല്ല് ചെയ്യുന്നത് ZORGM എന്നാണെങ്കിലും ഇത് പ്രൊണൗൺസ് ചെയ്തത് സർഗം എന്നാണ്. സോ അപ്പം നിങ്ങൾ ചോദിക്കും, ഇതും മിക്സഡ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻസ് ആണോ നമുക്ക് തരുന്നത് എന്നുള്ളത്? അല്ല. സർഗം പ്രൊവൈഡ് ചെയ്യുന്നത് എവിഡൻസ് ബേസ്ഡ് ഇൻഫർമേഷൻസ് ഫ്രം ക്യൂറേറ്റഡ് ലൈബ്രറിയിൽ നിന്നാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇതൊരിക്കലും ഒരു ഡോക്ടറിനെ റീപ്ലേസ് ചെയ്യത്തില്ല. ഫൈനൽ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് മാത്രമായിരിക്കണം. എനിക്ക് സർഗത്തിൻ്റെ ബെസ്റ്റ് പാർട്ടായിട്ട് തോന്നിയത് എന്താണെന്നറിയോ? ഇതൊരിക്കലും നിങ്ങളുടെ പ്രൈവസി അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റാസ് സെല്ല് ചെയ്യാറില്ല. ഗൂഗിൾ ആവട്ടെ, ChatGPT ആവട്ടെ, നിങ്ങളൊരു മെഡിക്കൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് വരുന്ന ആഡ്സ് അതിന് റിലേറ്റഡ് ആയിരിക്കും. ഇവിടെ ആ പ്രശ്നമേ വരുന്നില്ല. സർഗം 100% പ്രൈവസി ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അത് അവർ ഉറപ്പ് പറയുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങളുടെ ഏത് ലോക്കൽ ലാംഗ്വേജിൽ വേണോ നിങ്ങൾക്ക് ഇതിൻ്റെ മെഡിക്കൽ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഭാഷ ഇവിടെ ഒരു പ്രശ്നമേ അല്ല. അങ്ങനെ നിങ്ങൾക്കൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റ് ചെയ്യാൻ പറയില്ല. നേരെ നിങ്ങൾ ZORGM.ai എന്നുള്ള വെബ്സൈറ്റിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻഫർമേഷൻസ് കിട്ടും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Until then, bye.